നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിഷയം വൈക്കം സത്യാഗ്രഹവും മുത്തുസ്വാമിയുടെ ചെണ്ടയും എന്നതാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ സന്ദേശം രാജ്യത്തൊട്ടാകെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനും അതിലെ വോളണ്ടിയർമാരാവാനും അതുപോലെ തന്നെ ആ സമരത്തിന്റെ സഹായ സമിതിക്കാരാവാനും ഒക്കെയായി ധാരാളം ആളുകൾ എത്തിച്ചേർന്നിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് മുത്തുസ്വാമി എന്ന ഒരു തമിഴൻ. മുട്ടോളമുള്ള ഒരു മുണ്ടുമുടുത്ത് പിൻകുടുമയൊക്കെ ആയി സത്യാഗ്രഹത്തിന്റെ ആദ്യ നാളുകളിൽ സത്യാഗ്രഹാശ്രമത്തിലെത്തിയ മുത്തുസ്വാമിയുടെ സ്വത്തായി ഒരു ചെണ്ടയാണ് ഉണ്ടായത്. അന്ന് സത്യാഗ്രഹത്തിന്റെ പ്രചരണാർത്ഥം എല്ലാ ദിവസവും വൈകിട്ട് യോഗങ്ങൾ നടത്തുക പതിവായിരുന്നു. ആ യോഗങ്ങളിൽ ഓരോരുടെ പ്രസംഗവും ഉണ്ടായിരിക്കും. KP കേശവമേനോൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുന്നൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, CV കുഞ്ഞിരാമൻ, അങ്ങനെയൊക്കെയുള്ള മഹാരഥന്മാർ ഓരോരുത്തരും ഓരോ ദിവസം പ്രസംഗിക്കാനെത്തും. ഞാൻ ഏതാനും പേരുടെ പേര് പരാമർശിച്ചതേ ഉള്ളൂ. അനവധി നേതാക്കന്മാർ. രാവിലെ നമ്മുടെ മുത്തുസ്വാമി എന്ന ഈ തമിഴനൊരു പതിവുണ്ട്. സംഘാടക സമിതിക്കാരോട് അദ്ദേഹം അന്വേഷിക്കും, ഇന്നത്തെ പ്രസംഗകൻ ആരാണ്. അപ്പോൾ ഉദാഹരണത്തിന് അവര് പറഞ്ഞു, ഇന്ന് പ്രസംഗത്തിന് എത്തുന്നത് ബാരിസ്റ്റർ ജോർജ് ജോസഫാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കന്മാരിൽ പ്രധാനികളായവരിൽ ഒരാളാണ് നമ്മുടെ ഈ ബാരിസ്റ്റർ ജോർജ് ജോസഫ്. ഇത് കേൾക്കാത്ത താമസം മുത്തുസ്വാമി തന്റെ ചെണ്ടയും കഴുത്തിൽ കെട്ടി തൂക്കി ഇറങ്ങും. വൈക്കത്തെ നിരത്തുകളിലെല്ലാം നടന്ന് ഈ ചെണ്ടയും കൊട്ടിക്കൊണ്ട് നടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ചെണ്ട കൊട്ടുന്നതിന്റെ ഇടയിൽ അനൗൺസ്മെന്റ് ആണ്. ഇന്നേക്ക് ശായം ദിനത്തിൽ 5 മണിക്ക് ബോട്ട് ജെട്ടിയുടെ പക്കത്തിൽ ബാരിസ്റ്റർ ജോർജ് ജോസഫ് പേശിക്കിറാറുകൾ വീണ്ടും ചെണ്ട കൊട്ടും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെണ്ട കൊട്ടും. പിന്നെ ഈ അനൗൺസ്മെന്റുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ നിരത്തുകളിലൂടെ എല്ലാം നടക്കും. കാരണം വൈകുന്നേരത്തെ യോഗത്തിന്റെ പ്രചാരവേല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുത്തുസ്വാമിയാണ് നിർവഹിച്ചിരുന്നത്. മുത്തുസ്വാമിയെ അന്നത്തെ സവർണജന്മിമാരുടെ പിണിയാളുകൾ ആക്രമിച്ചതിന് കയ്യും കണക്കുമില്ല. അതിനു മാത്രം ആക്രമണങ്ങൾ മുത്തുസ്വാമി നേരിട്ടു. പക്ഷേ എത്ര അടി കിട്ടിയാലും വീണ്ടും രാവിലെ ആകുമ്പോൾ മുത്തുസ്വാമി പതുക്കെ ചെണ്ടയുമായി വന്നു. അവസാനം പൊറുതിമുട്ടിയ ഗുണ്ടകൾ ഒരു ദിവസം അദ്ദേഹത്തെ ഭീകരമായി ആക്രമിച്ചിട്ട് ആ ചെണ്ട തല്ലിപ്പൊട്ടിച്ചു കളഞ്ഞു. മുത്തുസ്വാമിയുടെ അനൗൺസ്മെന്റ് അതോടെ തീർന്നു എന്ന് സന്തോഷത്തോടു കൂടിയാണ് അന്ന് ഗുണ്ടകൾ മടങ്ങിപ്പോയത്. പക്ഷേ ആ രാത്രി ഇരുണ്ട് വെളുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും മുത്തുസ്വാമി അടികൊണ്ട പാടുകളിലൊക്കെ മരുന്നും പുരട്ടി അവശനായിരുന്നെങ്കിലും അയാൾ ആ പതിവ് പരിപാടികളുമായി ഇറങ്ങി. കഴുത്തിൽ ചെണ്ടയില്ല, ചെണ്ടയ്ക്ക് പകരം എവിടുന്നോ സംഘടിപ്പിച്ച ഒരു മണ്ണെണ്ണപ്പാട്ടയായിരുന്നു. ആ ചെണ്ടയുടെ കോലുകൊണ്ട് ഈ മണ്ണെണ്ണപ്പാട്ടയിൽ കൊട്ടിക്കൊണ്ട് അനൗൺസ്മെന്റ് നടത്തിയ അയാൾ. വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ വൈക്കത്തുകാരുടെ ഒരു കൗതുക കാഴ്ചയായി മാറി മുത്തുസ്വാമിയുടെ ഈ അനൗൺസ്മെന്റ്. ഒടുവിൽ വരാനിരിക്കുന്ന വിജയങ്ങളുടെ നാന്ദി കുറിച്ചുകൊണ്ട് ഭാഗികമായ വിജയം നേടിക്കൊണ്ട് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. 600-ൽ പരം ദിവസങ്ങളാണ് നീണ്ടത്. അതിനുശേഷം മുത്തുസ്വാമി എന്ന ഈ തമിഴനെ ആരും കണ്ടിട്ടേയില്ല.
എവിടെ നിന്നോ വന്നു, എവിടേക്കോ പോയി. ഇതുപോലെ എണ്ണമറ്റ ആൾക്കാരാണ് ആത്മത്യാഗത്തിന് തയ്യാറായി വൈക്കം സത്യാഗ്രഹത്തിൽ അണിചേർന്നത്. മുത്തുസ്വാമിയെ പോലുള്ള അനേകം പേരുണ്ടായിരുന്നു സമരത്തിന്റെ വിവിധ രംഗങ്ങളിൽ. അവർ അനുഭവിച്ച ആ പീഡനങ്ങളും യാതനകളും ഒക്കെയാണ് പിന്നീട് കേരളത്തിൽ നവോത്ഥാനത്തിന്റെ ഭൂമഴയായി പെയ്തിറങ്ങിയത്. മുത്തുസ്വാമിയെ പോലുള്ളവരെ ആരും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചില്ല. അവരുടെ പ്രതിമകളോ സ്മാരക മന്ദിരങ്ങളോ എങ്ങും ഉയർന്നില്ല. അവരെ ആരും അന്വേഷിച്ചു പോയതുമില്ല. എന്നാൽ സമരത്തിന്റെ മുൻനിര നായകന്മാരുടെ എല്ലാം സംഘടനകളും അനുയായികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം സ്മാരക മന്ദിരങ്ങളും പ്രതിമകളും എല്ലാം ഉയർന്നു. അപ്പോഴും ഇതുപോലെ എണ്ണമറ്റ അറിയപ്പെടാത്തവരുടെ ത്യാഗം അത് വിസ്മരിക്കാൻ നമുക്കൊരിക്കലും ആവില്ല. ഒന്നോർക്കുക, വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അവരുടെ കൂടി ചരിത്രമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആ സമര ചരിത്രം പൂർണ്ണമാവണമെങ്കിൽ ആ ചരിത്രത്തിൽ അവരുടെ പേരുകൾ കൂടി രേഖപ്പെടുത്തണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ്.